Hi students, today we are discussing about leverage effect or super multiplier. The impact of autonomous investment on income via multiplier and accelerator is called super multiplier or compound multiplier or multiplier accelerator interaction or the so-called leverage effect. Autonomous investment in the impact. ഇൻകത്തിലുണ്ടാക്കുന്ന ഇമ്പാക്ട്. ഓക്കെ, ഇപ്പോൾ ഓട്ടോണമസ് ഇൻവെസ്റ്റ്മെന്റ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, ഇറ്റ് ഈസ് ദ മിനിമം ലെവൽ ഓഫ് ഇൻവെസ്റ്റ്മെന്റ് ദാറ്റ് എവറി ബിസിനസ് ഫേം സ്റ്റാർട്ട്സ് വെൻ ഇറ്റ് സ്റ്റാർട്ട്സ് ബിസിനസ്. ഓക്കെ, ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ തന്നെ ഒരു ബിസിനസ് ഫേമിന് ഉണ്ടായിരിക്കേണ്ട ഒരു മിനിമം ലെവൽ ഓഫ് ഇൻവെസ്റ്റ്മെന്റ് ഇസ് എ മിനിമം റിക്വയർമെന്റ് ആണ് ഒരു ഫേമിനെ സംബന്ധിച്ച്. ആ ഇൻവെസ്റ്റ്മെന്റ്, ആ ഓട്ടോണമസ് ഇൻവെസ്റ്റ്മെന്റ് ഇൻകത്തിൽ ഉണ്ടാക്കുന്ന ഇമ്പാക്ട് ഇത് വഴിയാണ് മൾട്ടിപ്ലയറിന്റെയും ആക്സിലറേറ്ററിന്റെയും ഇന്ററാക്ഷൻ മൂലം, അല്ലെങ്കിൽ മൾട്ടിപ്ലയറിന്റെയും ആക്സിലറേറ്ററിന്റെയും വർക്കിംഗ് മൂലം ഓട്ടോണമസ് ഇൻവെസ്റ്റ്മെന്റ് ഇൻകത്തിൽ ഉണ്ടാക്കുന്ന ഇമ്പാക്റ്റിനെയാണ് സൂപ്പർ മൾട്ടിപ്ലയർ അഥവാ കോമ്പൗണ്ട് മൾട്ടിപ്ലയർ ഓർ മൾട്ടിപ്ലയർ ആക്സിലറേറ്റർ ഇന്ററാക്ഷൻ ഓർ ലിവറേജ് ഇഫക്റ്റ് എന്ന് പറയുന്നത്. ഓക്കെ, സൂപ്പർ മൾട്ടിപ്ലയർ is defined as the ratio of change in income എന്ന് പറഞ്ഞാൽ delta y to change in autonomous investment, that means delta I, when induced investment is present. അപ്പൊ നമ്മൾ ഇതുവരെ പറഞ്ഞ ഓട്ടോണമസ് ഇൻവെസ്റ്റ്മെന്റിനെ കുറിച്ചാണ്. ഇനി എന്താണ് ഇൻഡ്യൂസ്ഡ് ഇൻവെസ്റ്റ്മെന്റ്? ഇൻകം ചേഞ്ച് ചെയ്യുന്നതിന് അനുസരിച്ച്, ഇൻകം എന്ന് പറഞ്ഞാൽ ഫേമിനെ സംബന്ധിച്ചുള്ള ഇൻകം എന്താണ്? പ്രോഫിറ്റ് ആണ് അല്ലെ. ഇപ്പൊ പ്രോഫിറ്റ് ഉണ്ടാകുന്ന അനുസരിച്ച് ഇൻവെസ്റ്റ്മെന്റിൽ ചേഞ്ച് ഉണ്ടാകുന്നു, ഇൻവെസ്റ്റ്മെന്റ് നമ്മൾ കൂട്ടുന്നു. അപ്പോൾ അതിനെയാണ് ഇൻഡ്യൂസ്ഡ് ഇൻവെസ്റ്റ്മെന്റ് എന്ന് പറയുന്നത്. സോ ഇറ്റ് ഈസ് ദ ചേഞ്ച് ഇൻ ഇൻകം, ഇൻകത്തിൽ ഉണ്ടാകുന്ന ചേഞ്ച് ഡ്യൂ ടു ചേഞ്ച് ഇൻ ഓട്ടോണമസ് ഇൻവെസ്റ്റ്മെന്റ്. ഓട്ടോണമസ് ഇൻവെസ്റ്റ്മെന്റിൽ ചേഞ്ച് ഉണ്ടാകുമ്പോൾ ഇൻകത്തിൽ ഉണ്ടാകുന്ന ചേഞ്ച് അതെങ്ങനെയാണെങ്കിലാണ് when induced investment is present. induced investment present ആയിരിക്കെ ഇൻകത്തിൽ ഉണ്ടാകുന്ന ചേഞ്ച് ഡ്യൂ ടു ചേഞ്ച് ഇൻ ഓട്ടോണമസ് ഇൻവെസ്റ്റ്മെന്റ്, ദാറ്റ് ഇസ് കോൾഡ് സൂപ്പർ മൾട്ടിപ്ലയർ. ഓക്കെ, അപ്പോൾ ഇൻവെസ്റ്റ്മെന്റിൽ ചേഞ്ച് ഉണ്ടാകുന്നതനുസരിച്ച് ഇൻകത്തിൽ ചേഞ്ച് ഉണ്ടാകുന്നു. ഇത് നേരെ തിരിച്ച് നമ്മൾ പറയത്തില്ലേ, ചേഞ്ച് ഇൻ ഇൻകം, ഇൻകത്തിൽ ഉണ്ടാകുന്ന ചേഞ്ച് ഡ്യൂ ടു ചേഞ്ച് ഇൻ ഇൻവെസ്റ്റ്മെന്റ് അല്ലെ. അതായത് ചേഞ്ച് ഇൻ ഇൻകം ടു ചേഞ്ച് ഇൻ ഇൻവെസ്റ്റ്മെന്റ്, ഇത് ആക്സിലറേറ്റ് മൾട്ടിപ്ലയർ, സൂപ്പർ മൾട്ടിപ്ലയർ അല്ലെ. ഇനി നമ്മൾ മൾട്ടിപ്ലയർ പറഞ്ഞപ്പോൾ എന്താ പറഞ്ഞു? ടോട്ടൽ ചേഞ്ച് ഇൻ നാഷണൽ ഇൻകം കോസ്റ്റ് ബൈ ഇനിഷ്യൽ ചേഞ്ച് ഇൻ ഇൻവെസ്റ്റ്മെന്റ് എന്ന് പറഞ്ഞു. ആക്സിലറേറ്റർ പറഞ്ഞപ്പോൾ നമ്മൾ പറഞ്ഞു ടോട്ടൽ ചേഞ്ച് ഇൻ ഇൻവെസ്റ്റ്മെന്റ് കോസ്റ്റ് ബൈ ചേഞ്ച് ഇൻ ഇൻകം എന്ന് പറഞ്ഞു. ഇത് രണ്ടിന്റെയും കൂടെ ഒരു വർക്കിംഗ് ഇവിടെ ഉണ്ടാകുന്നതുകൊണ്ടാണ് നമ്മൾ ഇതിനെ സൂപ്പർ മൾട്ടിപ്ലയർ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പം മൾട്ടിപ്ലയറിന്റെ ഫീച്ചേഴ്സും ഉണ്ട്, വർക്കിംഗും ഉണ്ട്, ആക്സിലറേറ്ററിന്റെ ഫീച്ചേഴ്സും അതിന്റെ വർക്കിംഗും ഉണ്ട്. സോ ഇൻഡ്യൂസ്ഡ് ഇൻവെസ്റ്റ്മെന്റ് പ്രസന്റ് ആയിരിക്കെ ഓട്ടോണമസ് ഇൻവെസ്റ്റ്മെന്റ് ഇൻകത്തിൽ ഉണ്ടാക്കുന്ന ചേഞ്ച് ആണ് സൂപ്പർ മൾട്ടിപ്ലയർ. JR ഹിക്സ് ആണ് ഇത് കമ്പൈൻ ചെയ്തത്, മൾട്ടിപ്ലയറും ആക്സിലറേറ്ററും കൂടെ കമ്പൈൻ ചെയ്തു ഫോർ ദ ഫസ്റ്റ് ടൈം. എന്നിട്ട് അതിനെ എന്ത് പറഞ്ഞു? സൂപ്പർ മൾട്ടിപ്ലയർ എന്ന് പറഞ്ഞു. അക്കോർഡിംഗ് ടു ഹിം ദ റിയൽ സിറ്റുവേഷൻ ഇസ് സൂപ്പർ മൾട്ടിപ്ലയർ റാദർ ദാൻ മൾട്ടിപ്ലയർ. അപ്പോൾ മൾട്ടിപ്ലയർ അല്ല ആക്ച്വൽ സിറ്റുവേഷൻ, സൂപ്പർ മൾട്ടിപ്ലയർ ആണ്. കാരണം ഒരു റിയൽ സിറ്റുവേഷനിൽ രണ്ടിന്റെയും വർക്കിംഗ്, അതായത് ആക്സിലറേറ്ററിന്റെയും മൾട്ടിപ്ലയറിന്റെയും വർക്കിംഗ് ഉണ്ട്. അതുകൊണ്ട് റിയൽ സിറ്റുവേഷൻ എന്ന് പറഞ്ഞാൽ സൂപ്പർ മൾട്ടിപ്ലയർ ആണെന്നാണ് ഹിക്സ് പറഞ്ഞത്. The increase in income will be super multiplier times increase in autonomous investment. Increase in autonomous investment ന്റെ എന്താണ് സൂപ്പർ മൾട്ടിപ്ലയർ ടൈംസ് ആണ് ഇൻക്രീസ് ഇൻ ഇൻകം ഉണ്ടാകുന്നത്. ഇപ്പൊ ടോട്ടൽ ഇൻക്രീസ് ഇൻ ഇൻകം എന്ന് പറയുന്നത് ഓട്ടോണമസ് ഇൻവെസ്റ്റ്മെന്റിന്റെ സൂപ്പർ മൾട്ടിപ്ലയർ ടൈംസിലാണ്. അത് നമുക്ക് നോക്കാം എങ്ങനെയാണ്. ഇവിടെ ഇക്വേഷൻ നോക്കുക. കെ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് അറിയാലോ, മൾട്ടിപ്ലയറിനെ ഡിനോട്ട് ചെയ്യുന്നതാണ് കെ. എസ് എന്ന് പറയുമ്പോൾ അവിടെ സൂപ്പർ മൾട്ടിപ്ലയർ എന്നുള്ളതാണ്. അപ്പൊ മൾട്ടിപ്ലയർ കെ ഓൾറെഡി നമ്മൾ പഠിച്ചിട്ടുണ്ട്. എസ് എന്ന് പറഞ്ഞത് സൂപ്പറിനെ ഇൻഡിക്കേറ്റീവ്, സോ സൂപ്പർ മൾട്ടിപ്ലയർ. അപ്പൊ കെ എസ് എന്ന് പറഞ്ഞാൽ സൂപ്പർ മൾട്ടിപ്ലയർ ആണ്. ഡെൽറ്റ വൈ അറിയാലോ, ചേഞ്ച് ഇൻ ഇൻകം ആണ്. ഡെൽറ്റ ഐ എ, ഇവിടെ ഡെൽറ്റ ഐ എന്ന് പറഞ്ഞാൽ ഇൻവെസ്റ്റ്മെന്റ് എന്നറിയാം അല്ലെ. എ വരുമ്പോൾ അത് ഓട്ടോണമസ് ഇൻവെസ്റ്റ്മെന്റ് ആണ് അല്ലെ. ഇവിടെ ഐ ആണെങ്കിൽ ഇൻഡ്യൂസ്ഡ് ഇൻവെസ്റ്റ്മെന്റ് വരും. ഓക്കെ,
സോ ഡെൽറ്റ ഐ എ എന്ന് പറഞ്ഞാൽ എന്താണ്? ഓട്ടോണമസ്, ചേഞ്ച് ഇൻ ഓട്ടോണമസ് ഇൻവെസ്റ്റ്മെന്റ്. അപ്പൊ നോക്കുക, സൂപ്പർ മൾട്ടിപ്ലയർ എന്ന് പറഞ്ഞാൽ എന്താണ് ഇക്വേഷൻ? ഡെൽറ്റ വൈ ബൈ ഡെൽറ്റ ഐ എ. ഓർ ഡെൽറ്റ വൈ എന്ന് പറയുന്നത് എന്താണ്? ഇതിനെ ഇത് വെച്ച് മൾട്ടിപ്ലൈ ചെയ്താൽ അല്ലെ? ഇത് കിട്ടണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? ഇതിനെ ഇത് വെച്ച് നമുക്ക് മൾട്ടിപ്ലൈ ചെയ്യാം. ഡെൽറ്റ വൈ ഇപ്പൊ ഇതാണ് ചേഞ്ച് ഇൻ ഇൻകം എന്ന് പറയുന്നത്. നമ്മൾ നേരത്തെ പറഞ്ഞില്ലേ, ഇത് ഇൻക്രീസ് ഇൻ ഇൻകം വിൽ ബി സൂപ്പർ മൾട്ടിപ്ലയർ ടൈംസ് ഇൻക്രീസ് ഇൻ ഓട്ടോണമസ് ഇൻവെസ്റ്റ്മെന്റ്. അതാണ് നമ്മൾ ഇവിടെ പറയുന്നത്. ഇൻക്രീസ് ഇൻ ഇൻകം വിൽ ബി സൂപ്പർ മൾട്ടിപ്ലയർ ടൈംസ് ഇൻക്രീസ് ഇൻ ഓട്ടോണമസ് ഇൻവെസ്റ്റ്മെന്റ്. ഈ എഴുതിയേക്കുന്ന സെന്റൻസ് ആണ് ഇവിടെ നമ്മൾ പറഞ്ഞിരിക്കുന്നത്. നോക്കുക, ഇൻക്രീസ് ഇൻ ഇൻകം വിൽ ബി സൂപ്പർ മൾട്ടിപ്ലയർ ടൈംസ്, സൂപ്പർ മൾട്ടിപ്ലയർ ആണല്ലോ കേസ്. ഓക്കെ, അപ്പൊ ഇൻക്രീസ് ഇൻ ഇൻകം വിൽ ബി സൂപ്പർ മൾട്ടിപ്ലയർ ടൈംസ് ഇൻക്രീസ് ഇൻ ഓട്ടോണമസ് ഇൻവെസ്റ്റ്മെന്റ്. ക്ലിയർ? യെസ്. ഇനി എ സർട്ടൻ എമൗണ്ട് ഓഫ് ഓട്ടോണമസ് ഇൻവെസ്റ്റ്മെന്റ് IA അല്ലെ ജനറേറ്റ്സ് ഇൻകം ജനറേറ്റ് ചെയ്യുന്നു. ഇൻകം ഇൻഡ്യൂസസ്, അപ്പൊ ഇവിടെ ഒരു സർട്ടൻ എമൗണ്ട് ഓഫ് ഓട്ടോണമസ് ഇൻവെസ്റ്റ്മെന്റ് ഇൻകം ജനറേറ്റ് ചെയ്യുന്നു. അതാണല്ലോ സൂപ്പർ മൾട്ടിപ്ലയറിന്റെ വർക്കിംഗ് എന്ന് പറയുന്നത്. അപ്പൊ ആ ഇൻകം എന്ത് ചെയ്യുന്നു? വീണ്ടും കൺസംഷൻ ഇൻഡ്യൂസ് ചെയ്യുന്നു. എന്നിട്ട് ആ കൺസംഷൻ എന്ത് ഇൻഡ്യൂസ് ചെയ്യുന്നു? ഇൻവെസ്റ്റ്മെന്റ് ഇൻഡ്യൂസ് ചെയ്യുന്നു. മനസ്സിലായോ? അപ്പൊ നോക്കുക, ഓട്ടോണമസ് ഇൻവെസ്റ്റ്മെന്റ് ഇൻകം ജനറേറ്റ് ചെയ്യുന്നു. ഈ ഇൻകം കൺസംഷനിലേക്ക്, ഈ ഇൻകം നമ്മളെ ഇൻഡ്യൂസ് ചെയ്യുന്നു, എന്ത് പ്രേരിപ്പിക്കുന്നു? കൺസംഷൻ പ്രേരിപ്പിക്കുന്നു. എന്നിട്ട് ഈ കൺസംഷൻ വീണ്ടും നമുക്ക് ഇൻവെസ്റ്റ്മെന്റിന് പ്രേരകമാകുന്നു. കൺസംഷൻ ഇൻഡ്യൂസസ് ഇൻവെസ്റ്റ്മെന്റ്. ഇൻക്രീസിംഗ് ഇൻവെസ്റ്റ്മെന്റ് ഫർദർ ജനറേറ്റ്സ് ഇൻകം. ഇനി ഈ ഇൻവെസ്റ്റ്മെന്റ് ഉണ്ടാകുന്ന ഇൻക്രീസ് വീണ്ടും എന്തുണ്ടാക്കുന്നു? ഇൻകം ജനറേറ്റ് ചെയ്യുന്നു. ഈ ഒരു സീക്വൻസ് എന്താ മനസ്സിലായത്? ഇവിടെ ഓട്ടോണമസ് ഇൻവെസ്റ്റ്മെന്റ് ഇൻകം ജനറേറ്റ് ചെയ്യുന്നു, ഇൻകം കൺസംഷൻ ഇൻഡ്യൂസ് ചെയ്യുന്നു, കൺസംഷൻ ഇൻവെസ്റ്റ്മെന്റ് ഇൻഡ്യൂസ് ചെയ്യുന്നു, വീണ്ടും ഈ ഇൻവെസ്റ്റ്മെന്റ് ഇൻകം ജനറേറ്റ് ചെയ്യുന്നു. അപ്പൊ ഈ ഒരു സീക്വൻസ് നമ്മൾ ഇവിടെ ഇക്വേഷൻ ആയിട്ട് കൊടുത്തിരിക്കുകയാണ്. ഡെൽറ്റ IA, that means autonomous investment leads to increase in income, that leads to delta consumption, that again leads to increase in induced investment, that leads to income, that leads to again consumption. അപ്പൊ ഈ പ്രോസസ് ഇങ്ങനെ കണ്ടിന്യൂ ചെയ്യാണ്. അപ്പൊ ഡെൽറ്റ വൈ എന്ന് പറയുന്നത് എന്താണ്? കെ ഡെൽറ്റ IA ആണ്. ദാറ്റ് മീൻസ് ഡെൽറ്റ ചേഞ്ച് ഇൻ ഇൻകം എന്ന് പറയുന്നത് സൂപ്പർ മൾട്ടിപ്ലയർ ടൈംസ് ചേഞ്ച് ഇൻ ഓട്ടോണമസ് ഇൻവെസ്റ്റ്മെന്റ്. നമ്മൾ ഓൾറെഡി ഈ ഇക്വേഷൻ കണ്ടതാണ്. ഇനി നമുക്കിപ്പോൾ ഡെൽറ്റ സി എന്ന് പറയുന്നത് എന്തെന്ന് പറയാം? ഡെൽറ്റ സി എന്ന് പറഞ്ഞാല് ബി ഡെൽറ്റ വൈ. ബി എന്ന് പറഞ്ഞാൽ MPC ആണ് നോക്കുന്നുണ്ടല്ലോ, മാർജിനൽ പ്രൊപ്പൻസിറ്റി ടു കൺസ്യൂം ടൈംസ് ഡെൽറ്റ വൈ ചേഞ്ച് ഇൻ ഇൻകം. ഇനി ഇൻഡ്യൂസ്ഡ് ഇൻവെസ്റ്റ്മെന്റ് ഉണ്ടാകുന്ന ചേഞ്ച് എന്ന് പറയുന്നത് എന്താണ്? V delta y. V means നമ്മുടെ ആക്സിലറേറ്റർ കോഎഫിഷ്യന്റ് ആണ്. ഓക്കെ, ആക്സിലറേറ്റർ കോഎഫിഷ്യന്റ് ആണ് എന്ത്? ഡെൽറ്റ y എന്ന് പറയുന്നത്. ഇനി നോക്കുക, സൂപ്പർ മൾട്ടിപ്ലയർ ക്യാൻ ബി എസ്റ്റിമേറ്റഡ് ഫ്രം MPC ആൻഡ് ക്യാപിറ്റൽ കോഎഫിഷ്യന്റ്. സൂപ്പർ മൾട്ടിപ്ലയറിനെ നമുക്ക് എങ്ങനെ എസ്റ്റിമേറ്റ് ചെയ്യാം? MPCയും ക്യാപിറ്റൽ കോഎഫിഷ്യന്റ് വെച്ച് എന്താണ് എസ്റ്റിമേറ്റ് ചെയ്യാം. Capital coefficient is the capital output ratio or MPI. Okay, capital coefficient എന്ന് പറയുന്നത് എന്താണ്? Capital output ratio അല്ലെങ്കിൽ MPI. MPI means marginal propensity to invest ആണ്. അതിന്റെ ഇക്വേഷൻ നോക്കുക, KS is equal to 1 by, KS എന്ന് പറഞ്ഞാൽ സൂപ്പർ മൾട്ടിപ്ലയർ തന്നെയാണ്, 1 by 1 minus B minus V. ഇവിടെ ബി എന്ന് പറഞ്ഞാൽ അറിയാം MPC ആണ്, മാർജിനൽ പ്രൊപ്പൻസിറ്റി ടു കൺസ്യൂം ആണ്. വി എന്ന് പറഞ്ഞാൽ ക്യാപിറ്റൽ ഔട്ട്പുട്ട് റേഷ്യോ ഓർ MPI, മാർജിനൽ പ്രൊപ്പൻസിറ്റി ടു ഇൻവെസ്റ്റ്, ആക്സിലറേറ്റർ കോഎഫിഷ്യന്റ് ആണ്. ഓക്കെ, ഇനി ഇമ്പാക്ട് ഓഫ് ഓട്ടോണമസ് ഇൻവെസ്റ്റ്മെന്റ് ഓൺ ഇൻകം ഡിപ്പെൻഡ്സ് ഓൺ MPC ആൻഡ് ആക്സിലറേറ്റർ. ഇത് നമുക്ക് മനസ്സിലാവുന്നത് ഓട്ടോണമസ് ഇൻവെസ്റ്റ്മെന്റ് ഇമ്പാക്ട് എന്ന് പറയുന്നത് എന്തിനൊക്കെ ഓൺ ഇൻകം എന്ന് പറയുന്നത് എന്തിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്നു? MPCയെയും ആക്സിലറേറ്ററിനെ ഡിപ്പെൻഡ് ചെയ്യുന്നു അല്ലെ. നമ്മൾ പറഞ്ഞു MPC എന്ന് പറഞ്ഞാൽ B ആണെന്ന് പറഞ്ഞു, ആക്സിലറേറ്റർ കോഎഫിഷ്യന്റ് എന്ന് പറഞ്ഞാൽ V ആണെന്ന് പറഞ്ഞു. അപ്പം ഇതിന്റെ രണ്ടിന്റെ വാല്യൂവിനെ ആശ്രയിച്ച ഇവിടെ 0.5, ഇവിടെ നമ്മൾ 0.4 ഇട്ട് കൊടുക്കുക. അപ്പൊ നമ്മുടെ സൂപ്പർ മൾട്ടിപ്ലയർ 10 ആയിട്ട് കിട്ടുന്നു. ഇത് നിങ്ങൾ ഫിഗർ ഒന്ന് കൂട്ടിയിട്ട് കൊടുക്കുക. അപ്പൊ 0.6 ആക്കുക, ഇവിടെ 0.7 ആക്കുക. അപ്പൊ നോക്കുക ഈ വാല്യൂയിൽ ഉണ്ടാകുന്ന ചേഞ്ച്. അപ്പൊ ഇതിന്റെ രണ്ടിന്റെയും വാല്യൂവിൽ ഉണ്ടാകുന്ന ചേഞ്ച് അനുസരിച്ചിട്ടായിരിക്കും ഈ സൈസ് ഓഫ് സൂപ്പർ മൾട്ടിപ്ലയർ വരുന്നത്. ഓക്കെ, ഇനി ഈ ടേബിൾ നോക്കുക. ഇവിടെ
വർക്കിംഗ് ഓഫ് സൂപ്പർ മൾട്ടിപ്ലയർ നമ്മൾ ഇൻഡിക്കേറ്റ് ചെയ്യാണ്. T-1 ഫസ്റ്റ് പീരീഡിൽ എല്ലാം 0 ആണ്. ഇൻഡ്യൂസ്ഡ് ഇൻവെസ്റ്റ്മെന്റും ഇല്ല, ഓട്ടോണമസ് ഇൻവെസ്റ്റ്മെന്റും ഇല്ല, ഈ വർക്കിംഗ് ഡെൽറ്റ വൈ ഇതെല്ലാം 0 ആണ്. T എന്ന് പറയുന്ന പീരീഡിൽ ഓട്ടോണമസ് ഇൻവെസ്റ്റ്മെന്റ് 100 ആകുന്നു. അപ്പോൾ ഇവിടെ ഇൻഡ്യൂസ്ഡ് ഇൻവെസ്റ്റ്മെന്റ് ഉണ്ടോ? ഇല്ല, 0 ആണ്. ഓക്കെ, അപ്പോൾ ഇൻഡ്യൂസ്ഡ് ഇൻവെസ്റ്റ്മെന്റ് ഇല്ലാതെ വെറും ഓട്ടോണമസ് ഇൻവെസ്റ്റ്മെന്റ് കൊണ്ട് ഇൻകം ജനറേറ്റ് ചെയ്യുന്ന എത്രയാണ്? Y ആണ്. ഇൻക്രീസ് ഇൻ ഇൻകം എന്ന് പറയുന്നത് 100 ആണ്. ദാറ്റ് മീൻസ് ഡെൽറ്റ വൈ എന്ന് പറയുന്നത് 100 തന്നെയാണ്. അടുത്ത ടൈം പീരീഡിൽ നോക്കുക, ഇൻഡ്യൂസ്ഡ് കൺസംഷൻ 50. അപ്പം ഇവിടെ ഇൻവെസ്റ്റ്മെന്റ് കൂടി ഇൻകം കൂടിയതുകൊണ്ട് കൺസംഷൻ ഒരു ഇൻസെന്റീവ് ആയല്ലോ. അപ്പൊ കൺസംഷൻ 50 ആയിട്ട് കൂടി. അപ്പൊ ഇൻഡ്യൂസ്ഡ് ഓട്ടോണമസ് ഇൻവെസ്റ്റ്മെന്റ് സെയിം തന്നെയാണല്ലോ, പക്ഷെ ഇൻഡ്യൂസ്ഡ് ഇൻവെസ്റ്റ്മെന്റ് കൂടി 40 ആയിട്ട് കൂടി. അപ്പം ഇൻകം 190 ആയി. ഡെൽറ്റ വൈ എന്ന് പറയുന്ന ചേഞ്ച് എത്രയാണ്? ഇതിൽ നിന്ന് ഇതിലോട്ടുള്ള ചേഞ്ച് 90 ആണ്. ഇങ്ങനെ ഓരോ ടൈം പീരീഡിലും എന്ത് സംഭവിക്കുന്നു? ഓട്ടോണമസ് ഇൻവെസ്റ്റ്മെന്റ് സെയിം ആയിട്ടിരിക്കെ ഇൻഡ്യൂസ്ഡ് ഇൻവെസ്റ്റ്മെന്റിൽ ചേഞ്ച് ഉണ്ടാകുന്നതനുസരിച്ച് എന്തിൽ ചേഞ്ച് ഉണ്ടാകുന്നു? ഡെൽറ്റ വൈയിൽ ഉണ്ടാകുന്ന ചേഞ്ച് നമുക്ക് മനസ്സിലാവും. ഇതാണ് ആക്ച്വലി സൂപ്പർ മൾട്ടിപ്ലയറിന്റെ വർക്കിംഗ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ ഇങ്ങനെയാ സി 50. അപ്പൊ ഇവിടെ ഇൻഡ്യൂസ്ഡ് കൺസംഷൻ എന്ന് പറയുന്നത് ഇസ് ഈക്വൽ ടു ₹50. ദാറ്റ് മീൻസ് 0.5 × 100. ഓക്കെ, അപ്പൊ ഞാൻ നിങ്ങൾക്ക് നോട്ടിൽ തന്നിട്ടുണ്ട്, ഒന്ന് നോക്കുക വിശദമായിട്ട്. ഈ ടേബിളിന്റെ ഓരോ ലൈൻസും ഓരോ റോസും നമ്മൾ അവിടെ എക്സ്പ്ലെയിൻ ചെയ്ത് നോട്ടിൽ തന്നിട്ടുണ്ട്. ദിസ് പ്രോസസ്, അപ്പൊ ഈ ഒരു പ്രോസസ് കണ്ടിന്യൂസ് അണ്ടിൽ ടോട്ടൽ ഇൻക്രീസ് ഇൻ ഇൻകം ഇസ് ഈക്വൽ ടു ദ സൂപ്പർ മൾട്ടിപ്ലയർ ടൈംസ് ദ ഇൻക്രീസ് ഇൻ ഓട്ടോണമസ് ഇൻവെസ്റ്റ്മെന്റ്. അപ്പൊ ഈ ഒരു പ്രോസസ്, അതായത് ഈ T1, T+T2, T+2, T+3 ഇങ്ങനെ അപ് ടു Tn വരെ. അപ്പൊ ഇത് ഈ പ്രോസസ് ഇങ്ങനെ കണ്ടിന്യൂ ചെയ്യുന്നു. എവിടെ വരെയാണ്? ദിസ് പ്രോസസ് കണ്ടിന്യൂസ് അണ്ടിൽ ടോട്ടൽ ഇൻക്രീസ് ഇൻ ഇൻകം is equal to the super multiplier times increase in autonomous investment. മനസ്സിലായോ? അതായത് ടോട്ടൽ ഇൻക്രീസ് ഇൻ ഇൻകം എന്ന് പറയുന്നത് സൂപ്പർ മൾട്ടിപ്ലയർ ടൈംസ് ടോട്ടൽ ഇൻക്രീസ് ഇൻ ഇൻകം എന്ന് പറയുന്നത് സൂപ്പർ മൾട്ടിപ്ലയർ ടൈംസ് ഇൻക്രീസ് ഇൻ ഓട്ടോണമസ് ഇൻവെസ്റ്റ്മെന്റ്. ഓട്ടോണമസ് ഇൻവെസ്റ്റ്മെന്റിന്റെ ഇൻക്രീസിന്റെ സൂപ്പർ മൾട്ടിപ്ലയർ ടൈംസ് ഇൻക്രീസ് ചെയ്യുന്നു. എന്ത്? ഇൻക്രീസ് ഇൻ ഇൻകം. അപ്പൊ 10 × 100 ദാറ്റ് മീൻസ് 1000. അപ്പൊ ദിസ് 1000 എന്ന് പറയുന്ന ഈ 1000 എന്ന് പറയുന്നതാണ് ടോട്ടൽ ഇൻക്രീസ് ഇൻ ഇൻകം എന്ന് പറയുന്നത്. ഓക്കെ, ഇത്രയാണ് നമ്മുടെ ലിവറേജ് ഇഫക്റ്റ്. ഓക്കെ, താങ്ക് യു.